ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റായ തന്ത്രി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ ജയിലിലേക്ക് ആശുപത്രിയിൽ നിന്ന് മാറ്റുകയാണ്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തന്ത്രിയെ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പ്രവേശിക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റായ തന്ത്രിയെ 14 ദിവസത്തേക്ക് നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ICUവിലേക്ക് മാറ്റിയത്. അനന്തകൃഷ്ണൻ ആയിരുന്നു. അനന്തൻ, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാലാവസ്ഥയാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ല. വളരെ വിശേഷപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. നല്ല അർത്ഥത്തിലും മോശമർത്ഥത്തിലും എല്ലാം പറയേണ്ടി വരും. കാരണം കേരളം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഘട്ടം കൂടിയാണ്. അതിനിടയിൽ പ്രമാദമായ കേസുകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ശബരിമല കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെ? രതീഷ്, അത്യപൂർവമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നതെന്ന് തന്നെ പറയാം. കാരണം ഒരു ഭാഗത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ അറസ്റ്റുകൾ, അതിൻ്റെ അനുരണനങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ തുടർച്ചയായി വന്ന സ്ത്രീ പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ, അതിൻ്റെ ഒടുവിൽ മറ്റൊരു പരാതിയിൽ, മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നത്. ഏതായാലും തന്ത്രി കണ്ഠരര് രാജീവരര് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലാകുന്നത്. അദ്ദേഹത്തെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പൂജപ്പുര ജയിലിലായിരുന്നു. അവിടെ നിന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പരിശോധന നടത്തി. അപ്പോൾ ചില കാർഡിയാക് ഇഷ്യൂകൾ കണ്ടതിനെ തുടർന്നാണ് കൂടുതൽ പരിശോധനകൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഇന്നലെ ICUവിലായിരുന്നു, കാർഡിയാക് ICUവിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത്. അത് ഒരു അടിയന്തര സാഹചര്യത്തിലല്ല, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ICU സൗകര്യമാണ് ഒരുക്കിയതെന്നാണ് ആശുപത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏതായാലും ഇന്നലെ പകലും ഇന്നലെ രാത്രിയും പൂർണ്ണമായും അവിടെയായിരുന്നു. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് അദ്ദേഹത്തെ സുഖം പ്രാപിച്ചതിനെ തുടർന്ന് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. വീണ്ടും പൂജപ്പുര ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കാര്യമായ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ആശുപത്രിയിൽ തുടരേണ്ട രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നു എന്നായിരുന്നു. അതേസമയം ആശുപത്രിയിലായതോടെ ആ ഒരു പെട്ടെന്നൊരു ചോദ്യം ചെയ്യൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്തതുകൊണ്ട് നാളെ ഒരുപക്ഷെ ഈ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് വരേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞുണ്ടെങ്കിൽ രാഷ്ട്രീയമായ അനുരണനം അത് വളരെ പ്രധാനമാണ് ഈ രണ്ട് കേസുകളിലും. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് അതൊരു വലിയ നേട്ടം എന്ന നിലയിൽ ഇടത് സൈബർ ഹാൻഡിലുകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട് മാറ്റി അത് നിങ്ങൾ മുഖ്യമന്ത്രി ഉന്നമിട്ടതാണ്, അങ്ങനെയല്ല തന്ത്രിയാണ് ഇതിൻ്റെ പ്രധാനം എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വളരെ സൂക്ഷ്മമായുള്ള പ്രതികരണവും പ്രതിരോധവും തന്ത്രിയെ കുറ്റപ്പെടുത്താതുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടായിരുന്നു. BJP നേതാക്കൾ തന്ത്രിയുടെ താഴ്മൺ മണ്ഡലത്തിലേക്ക് എത്തി കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് ഈ കേസിൽ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അതിൻ്റെ പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്നില്ലേ? അപ്പോൾ രാഹുൽ വിഷയം ഇത്രത്തോതിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട് നിന്നാലും ശബരിമല കൊള്ളക്കേസും തന്ത്രിയുടെ അറസ്റ്റും അതുകൂടി കൂടുതൽ ഗ്രാവിറ്റിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടില്ലേ? രതീഷ്, ഇതിനകത്ത് 2 പാർട്ടായിട്ടാണ് ഈ കാര്യങ്ങളെ വിശദീകരണം ചെയ്യേണ്ടത്. ആദ്യത്തെ പാർട്ടെന്ന് പറയുന്നത് തന്ത്രിയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ അന്വേഷണം നടക്കുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കും അല്ലെങ്കിൽ ഒരു വഴിത്തിരിവിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ ഇന്നലെ മാതൃഭൂമി ന്യൂസ് നൽകിയിരുന്നു. അതിൻ്റെ കൂടുതൽ ആധികാരികമായ കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് താനും. അത് ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പ്രധാനമായും ഉന്നയിക്കുന്നത് തന്ത്രി ചില കാര്യങ്ങളിൽ അശ്രദ്ധ പുലർത്തി എന്നുള്ളതാണ്. ആ അശ്രദ്ധയ്ക്ക് അപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരത്തെ തന്നെ 2004 മുൻപ് തന്നെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൂടി ക്ലാരിറ്റി വേണ്ടേ? ഇപ്പോൾ ആർക്ക് എന്ത് റോൾ എന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ നേരത്തെ കസ്റ്റഡിയിലായ അറസ്റ്റിലായ ആളുകളുടെ കാര്യത്തിൽ അവരുടെ റോളുകളെ കുറിച്ച് ഹൈക്കോടതി ഉൾപ്പെടെ പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട്. തന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരാൾക്ക് ദീർഘകാലമായി ബന്ധമുണ്ട് എന്നതൊരു ക്രൈമായി നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. ദീർഘകാലമായി ബന്ധമുണ്ട്. തന്ത്രിക്ക് ഈ തട്ടിപ്പിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്നതിൻ്റെ തെളിവായി അന്വേഷണ സംഘം എന്തെങ്കിലും പ്രത്യേകമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ആ റോളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനിയും കുറെ കൂടി വ്യക്തത വരേണ്ടതില്ലേ? അതോ ഇപ്പോൾ തന്നെ അന്വേഷണത്തിന് വ്യക്തതയുണ്ടോ? അനന്തൻ, അതാണ് ഞാൻ പറഞ്ഞു വന്നത് രതീഷ്. ഇതിനകത്ത് ഒരു സമഗ്രമായ ഇന്ന കുറ്റമാണ് തന്ത്രി ചെയ്തതെന്ന് SIT പറഞ്ഞു വെക്കുന്നില്ല ഇതുവരെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലൊന്നും. പക്ഷേ പങ്കജ് ഭണ്ഡാരിയോ മറ്റവരും ഒക്കെ ഇപ്പം ഉദാഹരണത്തിന് പത്മകുമാർ ഇന്ന കാര്യം ചെയ്തു, അതായത് ഒരു രേഖ തിരുത്തി ചെമ്പ് സ്വർണ്ണമാക്കി അല്ലെങ്കിൽ മിനിറ്റ്സ് തിരുത്തി വാസു സ്വർണ്ണമെന്ന് എഴുതേണ്ട അടുത്ത് ചെമ്പെന്ന് എഴുതി എന്നുള്ളൊരു കുറ്റമുണ്ട്. പക്ഷേ തന്ത്രിയുടെ കാര്യം വരുമ്പോൾ അതിനകത്ത്
അതിനകത്ത് അങ്ങനെ ഒരു ഗ്രാവിറ്റിയിലുള്ള ഒരു കുറ്റമല്ല അവർ എടുത്തു കാട്ടുന്നത്. അവർ പറയുന്നത് ഈ സ്വർണം എടുത്തുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ 98-ൽ സ്വർണം പൊതിയുന്ന സമയത്ത് തന്ത്രി കണ്ഠരര് രാജീവരാണ്, അദ്ദേഹത്തിന് അറിയാം അവിടെ സ്വർണ്ണമാണ് പൊതിഞ്ഞിരുന്നതെന്ന്. അതിനുശേഷം 2019 മെയ് മാസത്തിൽ ഈ കട്ടള എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് തന്ത്രി അതിനെ നിയന്ത്രിച്ചില്ല, അത് തടഞ്ഞില്ല, അത് റിപ്പോർട്ട് ചെയ്തില്ല. മാത്രമല്ല ഒഴിഞ്ഞ കട്ടള അദ്ദേഹം നിരന്തരം പൂജയ്ക്കായി കയറുമ്പോൾ കാണുകയും ഒക്കെ ചെയ്തു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്കുള്ള വഴിയൊരുക്കിയ. ഇതെല്ലാം അറിഞ്ഞിട്ടും തന്ത്രി അത് മൗനം പാലിച്ചു എന്ന രീതിയിലാണ് അറസ്റ്റിലേക്ക് പോകുന്ന കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ ഹൈഡ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ. അത് 2004 കാലഘട്ടത്തിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശ്രീരാംപുര ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. ആ സമയത്ത് കണ്ഠരര് രാജീവരാണ് ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രി. പിന്നീട് 2004-ൽ കണ്ഠരര് രാജീവര് തന്ത്രിയായിട്ടിരിക്കുന്ന ശബരിമല സന്നിധാനത്ത് കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വന്നു എന്നും ആ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ഠരര് രാജീവർക്ക് ശ്രീരാമപുര ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി എന്ന നിലയിൽ നേരത്തെ തന്നെ പരിചയമുണ്ട്. മാത്രമല്ല അതിനകത്ത് സംശയമുണ്ടാകുന്ന കാര്യം, ഒരു ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി അതേ തന്ത്രി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ തന്ത്രി ഉള്ളപ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം സംശയാസ്പദമാണ് എന്നാണ് അതിനകത്ത് വളരെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്ത്രിയെ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നത് പോറ്റിയെ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നത് തന്ത്രിയാണ് എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതാണ് ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ശരിക്കും സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടുകൂടി കഥ മാറി. അപ്പോൾ പ്രതിപക്ഷം, പ്രത്യേകിച്ച് BJP അടക്കം ഉന്നയിക്കുന്ന ആരോപണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ അത് ആ രീതിയിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകിച്ച് മകരവിളക്കിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനൊരു അറസ്റ്റ് ഉണ്ടായത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് വലിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലി വലിയ തലവേദനയും പ്രതിസന്ധിയുമാണ് CPM-ന് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വന്നതോടുകൂടി കുറച്ച് മണിക്കൂറുകൾത്തേക്കെങ്കിലും അതിൻ്റെ വിവാദത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അതാണ് യഥാർത്ഥ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം.